സെയിൽസ് സക്സസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മാർക്കറ്റ് ചൂസ് ചെയ്യുന്ന രീതി തന്നെയാണ്. ഏത് മാർക്കറ്റ് യൂസ് ചെയ്യുന്നു, എന്തിന് ചൂസ് ചെയ്യുന്നു, ഇതിന് വ്യക്തമായിട്ട് ഉത്തരം നമ്മുടെ അടുത്ത് ഉണ്ടാകണം. ഈ തിരഞ്ഞെടുക്കുന്ന മാർക്കറ്റിൽ വ്യക്തമായിട്ട് ഡെലിവറി ചെയ്യാൻ നമുക്ക് പറ്റണം, സർവീസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് എന്നത് നമ്മുടെ ഐഡിയൽ കസ്റ്റമേഴ്സ് തന്നെയാണ്. അത് നാരോഡൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് സമയവും എനർജിയൊക്കെ ആവശ്യമുള്ള കാര്യമാണ്. മാർക്കറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമർ ബേസ് ഒന്ന് എടുക്കുന്നത് നല്ലതാണ്. അതിനകത്ത് ചില സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ടാകും. ഏജ്, അതുപോലെ പ്രൊഫഷൻ, ജെൻഡർ, ഇവയിലൊക്കെ ചില സമാനതകളുണ്ടാവും. ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മൾ മാർക്കറ്റ് സൈസ് ഒന്ന് മനസ്സിലാക്കണം. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അവിടെ ആരെങ്കിലും ഓൾറെഡി ഏതെങ്കിലും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ മാർക്കറ്റ് പ്രസൻസ് എത്രയുണ്ടെന്ന് മനസ്സിലാക്കണം. അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെക്കുറിച്ച് മനസ്സിലാക്കണം. ഇതെല്ലാം മനസ്സിലാക്കി വളരെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസുമായിട്ട് എൻട്രി ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചാൽ നമ്മൾ വളരെ പാഷനേറ്റ് ആയിരിക്കണം. ഒരു കോർ കോമ്പിറ്റൻസി നമുക്കുണ്ടാവണം. അത്തരത്തിലൊരു എൻട്രി നമുക്ക് എടുക്കാൻ സാധിച്ചാൽ നിശ്ചയമായിട്ടും നമുക്ക് നമ്മുടെ ബിസിനസ് സക്സസ് ഉറപ്പാക്കാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്.